ഇരിക്കാൻ വന്നതല്ല ഞാൻ. വേവ് കൊണ്ട് പറയാ. ആളുകൾ പറയുന്നൊന്നും ഞാൻ കാര്യം എടുക്കുന്നില്ല. പോലീസുകാർ പറയുന്നതും എനിക്ക് ശരിയായി തോന്നിയില്ല. ശാരദാമ്മയും ഒരമ്മയാണ്, 3 പെൺമക്കളുടെ അമ്മ. അവരെ വളർത്തി വലുതാക്കിയതിന്റെ ബുദ്ധിമുട്ടും ത്യാഗവും ഉള്ളിൽ ഇപ്പോഴും വറ്റാതെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിന്റെ പെടച്ചിൽ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സുബേദ ഇപ്പോഴും വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. എന്റെ മകൻ നസീറിന് എന്താ സംഭവിച്ചേ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ? അവസാനമായി അവൻ ഞങ്ങളെ വിളിച്ചത് ഇവിടെ നിന്നാണെന്ന് അവന്റെ ബാപ്പ പറയുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്റെ മകൻ നസീർ ഇപ്പൊ പോയിരിക്കുന്നത് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കാണോ? സുബേദ, എനിക്കൊരു മറുപടി കിട്ടണം. എത്ര മോശക്കാരനാണെങ്കിലും അവൻ എന്റെ മോനാ. ഒരമ്മയ്ക്ക് എത്ര ദുഷ്ടനാണെങ്കിലും സ്വന്തം മകനെ വെറുക്കാൻ പറ്റില്ലല്ലോ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ നിങ്ങൾ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. മകനെ കാണാതായ ഒരു അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ നിസ്സഹായാണ്. നൂർജഹാനെ കാണാൻ നസീർ ഇവിടെ വന്നിരുന്നു എന്നും പറഞ്ഞ് കുറ്റം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാനാ പോലീസ് ശ്രമിക്കുന്നത്. കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് അവർക്ക് അവരുടെ ജോലി മതിയാക്കണം. അതിന്റെ പേരിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദന എന്താണെന്നോ മാനസിക ബുദ്ധിമുട്ട് എന്താണെന്നോ അവര് മനസ്സിലാക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവൻ മാറി നിൽക്കും. എന്നും വൈകിട്ട് അവന് വേണ്ടി കാത്തു വെക്കുന്ന അത്താഴം രാവിലെ എടുത്ത് കളയുമ്പോ ഞാൻ അവനെ വിളിച്ച് താക്കീത് ചെയ്യും. ഇന്ന് രാത്രി കൂടി ഞാൻ അത്താഴം വിളമ്പി വെക്കും. ഇന്നും കൂടെ വന്നില്ലെങ്കിൽ ഇനി ഞാൻ ഈ പണിക്ക് നിൽക്കില്ലെന്ന്. ബാപ്പയോടുള്ള വഴക്കെല്ലാം മറന്ന് എന്റെ മോൻ അന്ന് രാത്രി വരും, അത്താഴം കഴിച്ച് കിടക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്ന് വിളിച്ച മറുവശത്ത് എടുക്കാൻ പോലും ആളില്ല. എന്നിട്ട് ഞാൻ അവൻ അത്താഴം വിളമ്പി കാത്തിരിക്കുന്നുണ്ട്. അവന്റെ ബാപ്പ പോലും ഇത് കണ്ടിട്ട് എന്നെ ശപിക്കുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാം? പെറ്റ തള്ളയായി പോയില്ലേ? ഒരമ്മ മറ്റൊരമ്മയോട് താണുകയാണ് അപേക്ഷിക്കുക.